ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവന്തോസ് വേൾഡ്. ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് എവിടാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതെ, ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് ജർമ്മനി സർക്കസിനാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാം കൂടെ ഒന്ന് പുറത്തോട്ട് പോയതാണ്. ഞങ്ങൾ വന്നപ്പോഴേക്കും ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. ഞങ്ങളെടുത്ത് 250 ടിക്കറ്റാണ്. 250 കൂടാതെ അവിടെ 150-ന്റെയും 200-ന്റെയും 350-ന്റെയും ടിക്കറ്റ്സ് ഉണ്ടായിരുന്നു. 350 ടിക്കറ്റാണ് ഏറ്റവും മുന്നിലുള്ളത്. ഞങ്ങൾ അതിന്റെ തൊട്ട് പുറകിലാണ്. ബാക്കിയുള്ള ടിക്കറ്റ്സ് എല്ലാം അതിന്റെ പുറകിലാണ്. ഇപ്പൊ സർക്കസ് തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ഐറ്റം ടർപ്പീസ് ആണ്. ഇവിടെ ഒരു ദിവസം 3 ഷോസ് ആണുള്ളത്. ഉച്ച 1 മണിക്ക്, പിന്നെ 4 മണിക്ക്, പിന്നെ 7 മണിക്ക്. ഞങ്ങൾ 7 മണിയുടെ ഷോയിലാണ് കയറിയത്. അച്ഛൻ പറഞ്ഞത് 4 മണിയുടെ ഷോയിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് ഈ ടർപ്പീസ്. അപ്പൊ അതിന്റെ നെറ്റൊക്കെ അവർ ഓൾറെഡി അവിടെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര പൊക്കത്തിലാണ് കെട്ടിയിരിക്കുന്നത്. ഇവർ ചെയ്യുന്നുണ്ടാ നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാവും കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് ഒരു കോമാളി ഉണ്ടായിരുന്നേ. ആ കോമാളിയുടെ പെർഫോമൻസ് വളരെ സൂപ്പർ ആയിരുന്നു. ട്രപ്പീസിന്റെ ആ ഇത് കഴിഞ്ഞ് അവരെല്ലാം താഴത്തോട്ട് ഇറങ്ങുവാണ്. ഐറ്റത്തിന് വേണ്ടി അവർ നെറ്റൊക്കെ അയച്ചു മാറ്റുവാണ്. ആ അങ്കിളുമാർ ഇരുന്ന് ഭയങ്കര സ്പീഡിലാണ്. ഇവിടെ ഫാനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും 7 മണിക്ക് ഷോയ്ക്ക് നല്ല ചൂടായിരുന്നു. എനിക്ക് തോന്നുന്നത് 1 മണിക്കും 4 മണിക്കും ഷോയില്ല, അപ്പൊ ഇതിനേക്കാളും ചൂടായിരിക്കും. ഈ അങ്കിള് നേപ്പാളിൽ നിന്നുള്ള അങ്കിളാണെന്നാണ് വേറൊരു അങ്കിള് പറഞ്ഞത്. ആ അങ്കിള് കുറെ സാധനങ്ങൾ വെച്ച് സർക്കസ് കാണിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് എനിക്ക് ത്രില്ലായി. അവിടെ കുറെ അങ്കിളുമാർ സ്നാക്സും ഡ്രിങ്ക്സും ഐസ്ക്രീംസും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞങ്ങളൊരു പോപ്കോൺ ആണ് മേടിച്ചത്. കണ്ണമ്പാവ ആദ്യമൊക്കെ കിടന്ന് അലമ്പായിരുന്നു. പിന്നെ കളർ ലൈറ്റ്സ് ഒക്കെ വന്നു തുടങ്ങിയപ്പോ കണ്ണമ്പാവ കരച്ചിൽ നിർത്തിയേ. അവരുടെ എല്ലാവരുടെയും ഡ്രസ്സൊക്കെ നല്ല കളർഫുള്ളും കാണാൻ രസവും ഒക്കെ ഉള്ളതായിരുന്നു. സർക്കസിൽ കുറെ കോമാളികൾ ഉണ്ടായിരുന്നു. അവർ നല്ല നല്ല കോമഡീസ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇവരെല്ലാം ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഇവിടെ ചെറിയ ചെറിയ ടെൻസിലാണ് ഇവർ താമസിക്കുന്നത്. രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ അതൊന്നും വീഡിയോ എടുത്തില്ലേ. ഞങ്ങൾ വീഡിയോയിൽ കുറച്ച് ഐറ്റംസ് എടുത്തുള്ളൂ. ഇത് കൂടാതെ അവിടെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നും എടുത്തില്ല വീഡിയോയിൽ. ഞങ്ങൾ 6 മണിക്ക് അവിടെ ചെന്നപ്പോൾ 4 മണിയുടെ ഷോ തീർന്നിട്ടില്ലായിരുന്നു. ഈ ഷോ 2.5 മണിക്കൂറുള്ളതാണ്. ആഫ്രിക്കൻ ടീമിന് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു ചേച്ചി നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. എനിക്കത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായേ. ഈ സർക്കസ് കിടക്കുന്നത് ആലപ്പുഴയിലെ പുന്നപ്രയുടെ അടുത്തുള്ള കപ്പക്കട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇത് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്. ഈ സർക്കസ് ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് തീരെ കുഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ കാണാനും വന്നിട്ടുണ്ടായിരുന്നു. ഇവർ തീ വെച്ച് കളിക്കുന്നത് കാണുമ്പോൾ നല്ല പേടിയും ആവുന്നുണ്ട്. പക്ഷെ നല്ല കോമഡിയുമാണ്. ഇപ്പൊ സർക്കസില് റിയൽ ആനിമൽസിനെ ബാൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഇപ്പൊ റോബോട്ടിക് ആനിമൽസ് ആണുള്ളത്. ആ റോബോട്ടിക് ആനിമൽസ് മൂവും ചെയ്യുന്നുണ്ട്. അതിന്റെ സൗണ്ട് ഒക്കെ ഉണ്ട്.
ഫ്രണ്ടിൽ 2 ആനക്കുട്ടി സ്റ്റാച്ചു ഉണ്ടായിരുന്നു. കണ്ണൻ അങ്ങ് കയറ്റി നിൽക്കുമ്പോൾ കണ്ണൻ ഇറങ്ങി വരുന്നില്ലായിരുന്നു. ഇവിടെ വലിയ കാർ പാർക്കിംഗ് ഉണ്ട്. പാർക്കിങ്ങിന് 40 രൂപയാണ് ഫീസ്. അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ടാറ്റ ബൈ ബൈ, സീ യു.